വർഷങ്ങൾക്ക് മുമ്പ് സുകുമാരനോട് കാണിച്ച അതേ നയം തന്നെ പൃഥ്വിരാജിനോടും കാണിച്ചിട്ടുണ്ട് മുമ്പ്. ഇവിടെ വിനയനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ, വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് പൃഥ്വിരാജ് അഭിനയിച്ചു. സത്യം എന്ന സിനിമ വൻ വിജയമാക്കി മാറ്റി. അവിടെ ആരെയും ഇല്ലാതാക്കാൻ പറ്റിയില്ല. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്രയിൽ വിജയം മാത്രമാണ് പൃഥ്വിരാജിനുണ്ടായിട്ടുള്ളത്. കണക്ക് കൂട്ടലുകൾ ശരിക്കുണ്ടായിരുന്നു. പക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പിന്നിൽ നിന്ന് കുത്തുവരുമെന്നറിയാമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറാനുള്ള ശക്തിയും ബുദ്ധിയും പൃഥ്വിരാജിനുണ്ടായിരുന്നേക്കണം. അതുകൊണ്ടാണ് തോൽവി അറിയാതെ, മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബഹുഭാഷകളിലായി പൃഥ്വിരാജ് തൻ്റെ സാമ്രാജ്യം ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഈ സിനിമയ്ക്കൊരു നിർമ്മാതാവുണ്ട്. ഈ സിനിമയിൽ നായക സ്ഥാനത്ത് മോഹൻലാലുണ്ട്. അവരെ ആരും ഒന്നും പറയാതെ പൃഥ്വിരാജിനെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂശിക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് ഈ സിനിമ മാത്രമല്ല. പൃഥ്വിരാജ് ലക്ഷദ്വീപിൻ്റെ പ്രശ്നമുണ്ടായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ അഭിപ്രായം പറയാറുണ്ട്. എന്തൊരു ജനഗണമന എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ അറിയാം നിങ്ങൾക്ക്. ശരിക്ക് ആ സിനിമ കൂടി വന്നപ്പോഴാണ് പൃഥ്വിരാജിനെ ഒരു ശത്രുവായി ശരിക്ക് കണ്ടതെന്ന് ആലോചിക്കണം. സഹിക്കാൻ പറ്റുന്നില്ല. ആ കോടതിയിലെ ഡയലോഗുകൾ ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. ആ ഡയലോഗുകളാണ് പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും തന്തയല്ലടാ എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റും? അത്രയും നട്ടല്, അതായത് തനിക്കുള്ളത് പ്ലാസ്റ്റിക് നട്ടലല്ല, ഒറിജിനൽ നട്ടല് അല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായപ്പോഴാണ് ഈ സിനിമ വല്ലാത്തൊരവസ്ഥയിൽ എത്താൻ പോകുന്നു എന്നൊരു പ്രചരണം വന്നപ്പോൾ കോടതി പറഞ്ഞിട്ടില്ല, സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല, വേറെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ ഈ സിനിമയുടെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗോകുലം ഗോപാലനും മോഹൻലാൽ അടക്കമുള്ളവർ ഈ സിനിമയിലെ ഏതാനും രംഗങ്ങൾ റീ എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നു. റീ എഡിറ്റ് ചെയ്യുന്ന അവിടെ ആദ്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ചില സിനിമയുടെ രംഗങ്ങളൊക്കെ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെ, അതൊരു പ്രധാന ഘടകമാണ്. അതൊരു ചരിത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ പ്രധാന സംഭവങ്ങൾ ഇല്ലാതാകുമ്പോൾ അതിൻ്റെ മുഖം നഷ്ടപ്പെട്ടു. കാരണം കഴുത്ത് അറുത്ത് മാറ്റിയിട്ട് മറ്റു ബോഡി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല.